മീഡിയ നെറ്റിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും കാഴ്ചപ്പാടിലേക്ക് സ്വാഗതം. ഏലം കൃഷി പ്രതിസന്ധിയിലാണോ? കാലാവസ്ഥ ഏലം കർഷകരെ ചതിച്ചുവോ? 25 സെൽഷ്യസിന് താഴെ മാത്രം തണുപ്പ് നിലനിൽക്കുന്ന ഒരു പ്രദേശത്താണ് ഏലം വിളയുക എന്ന് പരക്കെ ധാരണ. ചൂട് ഈ മട്ടിൽ തുടർന്നാൽ ഏലം കർഷകരെ അതെങ്ങനെ ബാധിക്കും? ഇന്നത്തെ ചർച്ച ഏലം കർഷകർ നേരിടുന്ന പ്രതിസന്ധി. ഇന്നിപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്കെത്തിയിരിക്കുന്നത് ശ്രീ ജോയി പീറ്റർ. അദ്ദേഹം കല്ലാർ നിവാസിയാണ്. ജോയി പീറ്റർ പാനിക്കുളങ്ങര. അദ്ദേഹം കാർഡമം ഗ്രോവേഴ്സ് അസോസിയേഷൻ്റെ കല്ലാർ മേഖലയിലെ പ്രസിഡൻ്റായി ഏറെക്കാലം ഉണ്ടായിരുന്നു. അതിനുശേഷം വണ്ടൻമേട് കാർഡമം ഗ്രോവേഴ്സ് അസോസിയേഷൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്നു. അതുകൂടാതെ അഖില കേരള കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഇടുക്കി രൂപത ട്രഷററായി കുറേ കാലം ജോലി ചെയ്തിട്ടുണ്ട്. അറിയപ്പെടുന്ന സാമൂഹിക, സാംസ്കാരിക, കാർഷിക മേഖലയിലെ പ്രവർത്തകനാണ്. സ്വാഗതം സാർ. ഏലമാണ് ഇന്നത്തെ വിഷയം. സത്യത്തിൽ ഏലം കൃഷി നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായിട്ട് വളരെ കുറച്ച് കാലമായിട്ടുള്ളൂ. അതിനു മുമ്പ് തോട്ടം മേഖല അടിസ്ഥാനത്തിൽ, തോട്ടടിസ്ഥാനത്തിലൊക്കെ ആയിരുന്നു കൃഷി. ഏലത്തിന് കേളി കേട്ട നാടായിരുന്നു ഇടുക്കി, അക്കാര്യത്തിലൊന്നും സംശയമില്ല. പക്ഷെ അടുത്ത കാലത്ത് സാധാരണ കർഷകൻ പോലും അവന് കിട്ടുന്ന ഇടങ്ങളിൽ, പക്ഷെ മുറ്റത്ത് ഏലച്ചെടി വെക്കാൻ പറ്റുമെങ്കിൽ ഏലച്ചെടി വെക്കുന്ന, എന്തുകൊണ്ടാണ് ഈ കർഷകൻ ഏലത്തിൻ്റെ സുഗന്ധം അനുഭവിച്ചു തുടങ്ങിയെന്നാണ് അതിൻ്റെ അർത്ഥം? അങ്ങനെ തീർത്ത് പറയാൻ പറ്റില്ല. ഇപ്പോൾ എല്ലാ മേഖലയിലും കാർഷിക രംഗം അവതാളത്തിലായിട്ട്, അതായത് വളരെ നഷ്ടത്തിൽ മുൻപോട്ട് പോകുന്നത് കൊണ്ടാണ് റബ്ബർ കൃഷി ഉപേക്ഷിക്കുന്ന കർഷകൻ. അതുപോലെ മറ്റ് പല കൃഷികളും, കുരുമുളക് കൃഷി നശിച്ചു പോയി. ഇവിടെ വലിയ പ്രതാപത്തോടുകൂടി വന്നതാണ് വാനില, അതും നശിച്ചു. അപ്പം അങ്ങനെ പല കൃഷികളും നശിച്ചപ്പോൾ ഇപ്പോൾ ഒരു ലാഭകരമായിട്ട് വില നിൽക്കുന്നത് കൊണ്ട് ലാഭകരമായ ഒരു വരുമാനം ഇതിൽ നിന്ന് കിട്ടും എന്നുള്ള ധാരണയിലാണ് ഇപ്പോൾ ഏലം കൃഷിയിലേക്ക് ആളുകൾ കൂടുതൽ വന്നിട്ടുള്ളത്. അത് കേവലം ധാരണ മാത്രമാണോ? സത്യത്തിൽ യാഥാർത്ഥ്യമല്ലേ? ഇപ്പോഴത്തെ നിലയിൽ ഇപ്പോൾ ഒരു 3 വർഷമായിട്ട് ഏലത്തിൻ്റെ വില ഒരു സ്ഥിരതയിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത് ഒരു യാഥാർത്ഥ്യമാണെന്ന് ഇപ്പോൾ പറയാം. പക്ഷേ 1000-ന് മുകളിലാണല്ലോ ഇപ്പോൾ പെർ കിലോയ്ക്ക് വില. അതെ. ഇപ്പോൾ 3400, 3300 ആവറേജിൽ കയറി ഇറങ്ങി നിൽക്കുകയാണ് ഇപ്പോൾ. ശരിക്കും അത് കർഷകർക്ക് അനുകൂലമായ അല്ലെങ്കിൽ അനുഗുണമായ ഒരു വില നിലവാരമാണെന്ന് പറഞ്ഞുകൂടെ? ഇപ്പോഴത്തെ നിലയ്ക്ക് അനുകൂലമായ ഒരു വില തന്നെയാണ്. അത് എന്തുകൊണ്ടായിരിക്കും 2-3 വർഷക്കാലമായിട്ട് വലിയ ചാഞ്ചാട്ടമില്ലാതെ ഈ വില ഇങ്ങനെ നിൽക്കാനുള്ള കാരണം? നമ്മളിപ്പോൾ ഏലം കൃഷി ഏറ്റവും കൂടുതൽ ഇന്ത്യയിലുള്ളതിലും കൂടുതൽ കൃഷി ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഗോട്ടിമാല പോലെയുള്ള രാജ്യങ്ങൾ. അവിടെ അനുകൂലമല്ലാത്ത കാലാവസ്ഥ, എൽനീനോ പോലെയുള്ള പ്രതിഭാസം കൊണ്ട് അവിടുത്തെ ഏലകൃഷി കുറച്ച് വർഷങ്ങളായിട്ട് നശിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ഉൽപ്പാദനം വളരെ കുറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വെളിച്ചത്തിലാണ് നമുക്കിപ്പോൾ ഇവിടെ ന്യായമായിട്ടുള്ള ഒരു വില കിട്ടുന്നത്. സത്യത്തിൽ ഈ ഏലകൃഷി ഇത്ര കണ്ടങ്ങ് ജനകീയമാകുന്നതിന് മുമ്പ്, ഇത്ര കണ്ടങ്ങ് വ്യാപകമാകുന്നതിന് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ കല്ലാർ തോട്ടം മേഖലയിലെ ഒരു ഏലകർഷകനായിരുന്നു അങ്ങ്. ഒപ്പം അതുമായി ബന്ധപ്പെട്ട കച്ചവട രംഗത്തും അങ്ങ് കേളി കിട്ടു അല്ലെങ്കിൽ പ്രശസ്തനായിരുന്നു. ആ കാലങ്ങളിൽ നിന്ന് എന്താണ് ഇപ്പോഴത്തെ ഒരു വ്യത്യാസം ഏലകൃഷിയിലും വിലയിലും ഒക്കെ? അന്ന് ആ കാലഘട്ടത്തിൽ ഇത് ഉൽപ്പാദിപ്പിച്ച് എടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും ഇത് വിൽക്കാനുള്ള സാധ്യതകൾ വളരെ കുറവായിരുന്നു. അന്ന് പരിമിതമായിട്ടുള്ള ഓപ്ഷൻ സെൻ്ററുകളാണ് അന്ന് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉപയോഗവും അന്ന് വളരെ പരിമിതമായിരുന്നു. ഇപ്പോൾ ആഭ്യന്തര രംഗത്താണെന്നുണ്ടെങ്കിലും വിദേശത്താണെന്നുണ്ടെങ്കിലും ഒത്തിരി ആവശ്യക്കാർ വരുന്നുണ്ട്. അത് തന്നെയല്ല, എല്ലാ ദിവസവും ഏലം ഓപ്ഷനുണ്ട്. അപ്പോൾ അത്രയും വിറ്റ് പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായിട്ട് വരുന്നു. ആവശ്യക്കാർ വളരെ കൂടുതലായിട്ട് വരുന്നു. ഉപഭോഗം കൂടുതലായിട്ട് വരുന്നത് കൊണ്ട് വില ഒരു സ്ഥിരതയിൽ നിൽക്കുന്നത് കൊണ്ടാണ് എല്ലാവരും ഇതിലേക്ക് ആകർഷിക്കപ്പെട്ടു വരുന്നത്. അങ്ങനെപ്പോലെ സത്യത്തിൽ വൻകിട കൃഷിക്കാർ ആ മേഖലയിൽ ഇപ്പോഴും ഈ തോട്ടം മേഖല അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നുണ്ടോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ
വൻകിട എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ഞാനൊരു ചെറുകിട കൃഷിക്കാരനാണ്, അല്ല വൻകിട കൃഷിക്കാരനല്ല. അപ്പോൾ വൻകിട കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ആദ്യം കൃഷി ചെയ്തുകൊണ്ടിരുന്നവരെല്ലാം പ്രായമായി. അവർ തോട്ടം വിറ്റിട്ട് മറ്റ് കൈമറിഞ്ഞ് പല ആളുകളുടെയും കയ്യിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ വൻകിട തോട്ടങ്ങളെല്ലാം നശിച്ച് പോയിട്ടുണ്ട്. വൻകിട തോട്ടങ്ങൾ ഇപ്പോഴും കൃഷി മുൻപോട്ട് കൊണ്ടുപോകാതെ പല തോട്ടങ്ങളും ലോക്കൗട്ടായിട്ടും മറ്റ് കേസുപരമായിട്ടും ഒക്കെ ഉൽപ്പാദനമില്ലാതെ വെറുതെ കിടക്കുകയാണ്. എത്ര വർഷത്തെ അനുഭവ പാരമ്പര്യമുണ്ട് അങ്ങേക്ക് ഈ ഏലകൃഷിയിൽ? എനിക്ക് ഏലം മേഖലയിൽ ഏതാണ്ട് 60 വർഷത്തെ പാരമ്പര്യമുണ്ട്. ഏതാണ്ട് ഒരു 50 വർഷങ്ങൾക്കപ്പുറത്ത് അല്ലെങ്കിൽ ഒരു 30 വർഷങ്ങൾക്കപ്പുറത്തുള്ള കൃഷി രീതിയാണോ ഇപ്പോൾ ഏലത്തിൽ അനുവർത്തിച്ചു വരുന്നത്? അല്ലല്ല, 30 വർഷങ്ങൾക്ക് മുൻപ് കൃഷി ചെയ്യുക എന്ന് പറയുമ്പോൾ അന്നത്തെ ഏല ഇനങ്ങൾ തന്നെ ഒത്തിരി വ്യത്യസ്തമായിരുന്നു. 2 ഇനം ഏലമാണ് അന്ന് ഉണ്ടായിരുന്നത്. അന്ന് മലബാർ എന്ന് പറയുന്ന നിലത്തെ കൂടി ചരം കിടക്കുന്ന ഒരിനവും പിന്നെ മൈസൂർ എന്ന് പറയുന്ന ഒരിനവും നേരെ മുകളിലേക്ക് ചരം നിൽക്കുന്ന ഒരിനവും, അങ്ങനെ 2 ഇനം ഏലമാണ് അന്ന് കൃഷി ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഈ മലബാർ എന്ന് പറയുന്ന വെറൈറ്റിക്ക് 3-4 റൗണ്ട് ഏലം ആണ് എടുക്കാൻ നമുക്കൊരു വർഷത്തിൽ സാധിക്കുകയുള്ളായിരുന്നു. അപ്പോൾ അന്ന് ഉൽപ്പാദനവും അതുപോലെ തന്നെയായിരുന്നു. അപ്പോൾ അത് 2-3-4 മാസം കൊണ്ട്, അതായത് ഡിസംബർ ആകുമ്പോഴേക്കും ഉൽപ്പാദനം എല്ലാം തീർന്ന് പിന്നെ തോട്ടക്കാർ പിന്നെ ഉൽപ്പാദനം എടുക്കൽ തീർന്നിട്ട് അവർ തിരിച്ച് നാട്ടിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിലായിരുന്നു അന്നത്തെ. ഒരു വർഷം 3 തവണ വിളവെടുക്കാമല്ലോ? അല്ല, ഇപ്പോൾ ഈ കഴിഞ്ഞ സീസൺ വളരെ വ്യത്യസ്തമായിട്ട് ഒരു 6 റൗണ്ട് ആണ് സാധാരണ മട്ടിൽ ഏലം എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ വളരെ വ്യത്യസ്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ഈ സീസണിൽ ഞങ്ങൾക്ക് 8 റൗണ്ട് ഏലം എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതൊരു സാധാരണ നിലയിൽ സാധിക്കുന്നതാണോ? അല്ലല്ല, സാധാരണ മട്ടിൽ ഏലത്തിന്റെ ചരിത്രത്തിൽ എൻ്റെ അനുഭവത്തിൽ ആദ്യമായിട്ടാണ്. എന്തായിരിക്കും അതിന് അനുകൂലമായ ഒരു കാലാവസ്ഥ ഉണ്ടായത്? എങ്ങനെയാണ്? അത് ഈ കാലാവസ്ഥ ചേഞ്ചിനോടൊപ്പം തന്നെ പുതിയ ഇനങ്ങൾ കൃഷിയിലേക്ക് വന്നു എന്നുള്ളതാണ് അതിന്റെ കാരണം. അങ്ങ് ഇതിനകത്തൊരു വലിയ വിദഗ്ധനാണല്ലോ, അല്ലെങ്കിൽ കുറേ ഏലം പുതിയതായി ഒരു കാലത്ത്, അതിനു മുമ്പ് ഞാൻ അങ്ങനെയുള്ള ഒരു കാര്യം ചോദിക്കട്ടെ. ഏലത്തിന്റെ പുതിയ ഇനത്തിലേക്ക് ജനുസിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് വാനിലയുമായി ബന്ധപ്പെട്ട് അങ്ങ് ഒരു കൃഷി നടത്തുകയും വാനില കൃഷിയിൽ വമ്പൻ വിജയം നേടുകയും ഞാൻ കേട്ടറിഞ്ഞിട്ടുണ്ട്. അതിൽ ശരിയാണോ? അത് വളരെ ശരിയാണെന്ന് പറയുമ്പോൾ, അന്ന് ഞാൻ ആദ്യമായിട്ട് വാനില കൃഷി ചെയ്യുന്ന സമയത്ത് എനിക്ക് അത് വിളവിലേക്ക് വന്ന സമയത്ത് 3650 രൂപയ്ക്ക്, അതിൽ ഒരു കൃഷിക്കാരനും മറ്റൊരു കൃഷിയിലും ഇല്ലാത്ത വിധത്തിൽ അന്ന് ആ കാലഘട്ടത്തിൽ വിളവെടുക്കാനായിട്ട് കച്ചവടക്കാരൻ നമ്മുടെ വാനില കൃഷി ചെയ്തിരിക്കുന്ന സ്ഥലത്ത് എത്തുകയും ഇലക്ട്രോണിക് ത്ലാസ് കൊണ്ടുവന്ന് വെച്ചിട്ട് അവരും കൂടി ആ വിളവെടുക്കുകയും അവിടെ വെച്ച് തന്നെ തൂക്കി പിന്നെ ഗ്രാം അനുസരിച്ചിട്ട് ഗ്രാം കണക്ക് കൂട്ടി പൈസ തന്നിട്ട് പോയി. അപ്പൊ ഇവിടെ വെച്ച് വേണ്ട, വീട്ടിൽ തരാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അടുത്ത സ്ഥലത്ത് പോയി കളക്ട് ചെയ്യാനുണ്ട്, അതുകൊണ്ട് ഇപ്പൊ പൈസയും കൂടി വാങ്ങിച്ചു എന്ന് പറഞ്ഞു. അതൊരു ചരിത്രത്തിലെ ഏതെങ്കിലും കൃഷിക്ക് അങ്ങനെ വിസ്മയകരമായ എനിക്കറിയില്ല. 3650 രൂപയ്ക്കാണ് അന്ന് പച്ച ബീൻസ് കൊടുക്കുന്നത്. അത്ഭുതകരമായ. അതെ. അതേ സമയത്ത് എവിടെയാണ് ഇത് വിളവ് കൃഷി ചെയ്തത്? എവിടെയാണ് കൃഷി ചെയ്തത്? എനിക്ക് അന്ന് ഉണ്ടായിരുന്ന സ്ഥലത്ത്, എല്ലാ സ്ഥലത്തും ഞാൻ കൃഷി ചെയ്തു. ഞാൻ കല്ലാർ മേഖലയിൽ. അതെ, കല്ലാർ മേഖലയിൽ. ഞാൻ അതിനു മുൻപ് കുരുമുളക് കൃഷി ചെയ്തതിനിടയ്ക്ക് അടയ്ക്കാമരം, കാസർഗോഡ് പോയി അടയ്ക്ക വാങ്ങിച്ചു കൊണ്ടുവന്ന് പാകി പിടിപ്പിച്ച് അടയ്ക്കാമരം കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. കായ്പിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അത് പരാജയമായിരുന്നു. ആ അടയ്ക്കാമരത്തിലാണ് ഈ വാനില പടർത്തിയത്. അല്ല, അടയ്ക്കാമരം പരാജയമായിരുന്നു, പക്ഷെ നമ്മൾ വാനില അതിൽ കയറ്റി. പക്ഷേ അതിനൊരു ദോഷഫലം ഉണ്ടായിരുന്നത്, അന്ന് എനിക്ക് ഏതാണ്ട് 400 സംതിങ് കിലോയാണ് ഈ 3650 രൂപയ്ക്ക് വിൽക്കാൻ പറ്റിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ 4500 കിലോ പച്ചക്കായ ഞാൻ എൻ്റെ തോട്ടത്തിൽ നിന്ന് പറിച്ചെടുത്തു. പക്ഷേ അന്ന് വില
200 രൂപയിൽ താഴെ വിലയുണ്ടായിരുന്നു. ഓ, അങ്ങനെ ഒരു ദുരന്തവും കൂടി അങ്ങനെയുള്ള ഒരു ദുരനുഭവം കൂടെ ഉണ്ടായി. അതോടൊപ്പം തന്നെ ഇത് കൃഷി മൊത്തമായി നശിച്ചു പോവുകയും ചെയ്തു. വീണ്ടും അവിടെ കൃഷി ചെയ്തിട്ട് ഒരെണ്ണം പോലും ഇന്ന് വരെ പിടിച്ചു വരിക. ഇതിന്റെ ബീൻസ് മാത്രമല്ലല്ലോ, അങ്ങ് ഇതിന്റെ തണ്ടും വിറ്റതായിട്ട് എനിക്കറിയാം. അതിന് നല്ല വില കിട്ടി. അന്ന് തണ്ടിന് 1 മീറ്ററിന് 100 രൂപ വരെ തണ്ടിന് വിലയുണ്ടായിരുന്നു. അസാമാന്യ വിലയാണ്. അസാമാന്യ വില, ഒരിക്കലും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത. പക്ഷെ എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 വാച്ചർമാരെ ഇട്ടിട്ട് പോലും അവിടുന്ന് തണ്ട് ചോടോടുകൂടി ഒരു 40-45 ചോട് വെട്ടി വണ്ടി കൊണ്ടുവന്ന് നിർത്തി ആ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയി. അത്തരത്തിലുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട്. വിലയുള്ളതുകൊണ്ടാണ് സംഭവിക്കുന്നത്. നമുക്ക് കേരളത്തിലേക്ക് തിരിച്ചു വരാം സാർ. അപ്പൊ ഈ ഞർലാണി റെജി എന്ന് പറയുന്ന ഒരാളാണത്, റെജി ഞർലാണി എന്നൊക്കെ ഞാൻ കണ്ടു. ഈ ഞർലാണി ഏലമാണ് പൊതുവെ ഒരു ജനങ്ങൾക്കിടയിൽ പൊതുവെ വ്യാപിച്ചത് അല്ലേ? ആ ഇടയ്ക്കാണോ അങ്ങ് ഈ പാനികുളങ്ങര നമ്പർ 1? അതെ. ഈ ഞള്ളാനി ഏലം എന്ന് പറഞ്ഞ റെജി ഞള്ളാനിയുടെ ഫാദറാണ് അത് ഞള്ളാനിയാണ് ശരി കണ്ടുപിടിച്ചത്. ഞള്ളാനി അവരുടെ വീട്ടുപേരാണ്. ജോസഫ് ബേട്ടൻ എന്ന് പറഞ്ഞ ഒരാളാണ് ആദ്യമായിട്ട് ഈ ഞള്ളാനി ഏലം കണ്ടുപിടിച്ചത്. അത് എവിടുത്തുകാരനാണ്? അത് അദ്ദേഹത്തിന്റെ മകനാണ് റെജി. അപ്പോൾ അദ്ദേഹത്തിന് അന്ന് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ സമയത്ത് 8 ലക്ഷം രൂപ പാരിതോഷികം കിട്ടും. എൻ്റെ അടുത്ത ദിവസം അദ്ദേഹം മരിക്കുകയും ചെയ്തു. അപ്പം അതാണ് ഞള്ളാനിയുടെ ചരിത്രം. ഞള്ളാനി വന്നതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഏലകൃഷിക്കാർ ലാഭകരമായിട്ടുള്ളൊരു കൃഷിയിലേക്ക് വന്നത്. കാരണം അത് വന്നതിന് ശേഷമാണ് ഈ 6 റൗണ്ടും 5 റൗണ്ടും ഏലക്ക എടുക്കാനുള്ള ഒരവസ്ഥയിലേക്ക് മലബാറും മൈസൂറും ഒക്കെ അതോടുകൂടി തള്ളപ്പെട്ടു. ആ സമയത്താണ് ഞാൻ പാനികുളങ്ങര ഗ്രീൻ ബോൾഡ് നമ്പർ 1 എന്ന് പറയുന്ന ഒരു വെറൈറ്റിയെ വികസിപ്പിച്ചെടുക്കാൻ സാധിച്ചത്. അതിന് എനിക്ക് നാഷണൽ അവാർഡ് 2009 ബഹുമാനപ്പെട്ട പ്രദീപ് പാട്ടേൽ അത് ശരി, അത് നാഷണൽ അവാർഡാണ് നേടിയത്. അതെ, ഡൽഹി പോയി വാങ്ങുന്നത്. ഡൽഹി പോയി വാങ്ങുന്നത്. അത് ശരി, നാഷണൽ അവാർഡ്. എൻ്റെ ധാരണയിൽ അത് അങ്ങ് നേടിയ സംസ്ഥാന അവാർഡാണെന്നൊരു തെറ്റിദ്ധാരണ എനിക്കുണ്ടായിരുന്നു. അപ്പൊ ഒരിക്കൽ കൂടി അതിന്റെ ഒരു കൺഗ്രാജുലേഷൻസ് പറയുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു വലിയ അംഗീകാരമാണ്, നിസ്സാരമായ അംഗീകാരം. തീർച്ചയായും. പാനികുളങ്ങരയ്ക്ക് ശേഷം അങ്ങ് നമ്പർ 1 എന്ന് പറഞ്ഞു. അത് എന്താ നമ്പർ 2 or 3 ഒക്കെ ഉണ്ടോ? ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരേലവും കൂടി വികസിപ്പിച്ചെടുത്തു. അതിൻ്റെ പേര് പാനികുളങ്ങര നമ്പർ 2 എന്നാണ്. അപ്പോൾ ഈ പാനികുളങ്ങര നമ്പർ 1നും നമ്പർ 2നും എനിക്ക് പേറ്റൻറ്റും ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം 3 വെറൈറ്റിയും കൂടി വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിപ്പോൾ കഴിഞ്ഞ വർഷത്തിന് മുൻപ് വരെ അത് കർഷകർക്ക് വിതരണം ചെയ്തിട്ടുണ്ട്. എന്താണ് അതിൻ്റെ സവിശേഷത? അതിൻ്റെ സവിശേഷത മിറാക്കിൾ ഇല എന്ന് പറഞ്ഞിട്ട് ഒരിനത്തെ. ആക്ച്വലി മിറാക്കിൾ തന്നെയാണോ? അത് മിറാക്കിൾ തന്നെയാണ്. കാരണം ഒരു സാധാരണ മുട്ടിൽ ഒരു ഏലത്തിന് ഒരു ചിര ഉണ്ടാകുന്നു. അതിൽ 40 കൊത്തുകൾ വരെ ഉണ്ടാകാവുന്ന ഏറ്റവും അത്യുൽപാദന ശേഷിയുള്ളതിന്, അല്ലെങ്കിൽ 25-30 കൊത്തുകൾ ഉണ്ടാകുന്നു. അതിൽ പിടിക്കുന്നു. അങ്ങനെയാണ് ഉണ്ടാകുന്നത്. പക്ഷേ ഈ മിറാക്കിൾ എന്ന് പറയുന്നത് ശരിക്കും ഒരു ചരം വന്നു കഴിഞ്ഞാൽ അതിൽ നിന്നും 10-25-20 വരെ ചരങ്ങൾ ഉണ്ടാവുകയും ചരങ്ങൾ അതിന് ബ്രാഞ്ചസ് ഒത്തിരി ഉണ്ടാവുകയും ചെയ്യും. അതിൽ നിറച്ച് കായും ഉണ്ടാവും. അതാണ് എങ്ങനെയാണ് അതിജീവനശേഷി കുഴപ്പമില്ലാത്ത, മറ്റുള്ളതിനെ അപേക്ഷിച്ച് മുന്നിലാണ്. പക്ഷെ അതിന് കുറച്ച് സംരക്ഷണം കൂടുതൽ വേണം. ഈ മിറാക്കിൾ എന്ന് പറയുന്ന ജനസിൽപ്പെട്ട ഇനമുണ്ടല്ലോ, ഈ ഇനം അങ്ങ് വികസിപ്പിച്ചെടുത്തു എന്ന് പറയുന്ന അങ്ങക്ക് സ്വന്തമായി ഗവേഷണ സർവകലാശാല പോലെ അല്ലെങ്കിൽ ഗവേഷണ സ്ഥലമാണോ? അത് എങ്ങനെയാണ് ഗവേഷണ സംവിധാനം? അതായത് എൻ്റെ കൃഷിത്തോട്ടമാണ് എൻ്റെ ഗവേഷണശാല. അപ്പോൾ അതിൽ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ഈ ക്രോസ് പോളിനേഷനിൽ കൂടി നമുക്ക് ഇത് മാറ്റിയെടുക്കാൻ പറ്റും. അതിനുവേണ്ടി പ്രത്യേക കൃഷി സ്ഥലം അതിനുവേണ്ടി പ്രത്യേകിച്ച് ഒരു സ്ഥലം മാറ്റി വയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സ്ഥലം അതിനു വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വയ്ക്കും. അവിടെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അത് നമ്മൾ അങ്ങനെ ഒരെണ്ണം വികസിപ്പിച്ചെടുത്തതിന് ശേഷം അതിന്റെ പരീക്ഷണം നടത്തില്ലേ നമ്മൾ? തീർച്ചയായിട്ടും. അതും എനിക്ക് 4 സ്ഥലങ്ങളിലായിട്ടാണ് തോട്ടം കിടക്കുന്നത്. ഈ 4 സ്ഥലത്തും പരീക്ഷിച്ചതിന് ശേഷമാണ് അത് നമ്മൾ പുറത്തു കൊടുക്കുകയുള്ളൂ. അങ്ങനെ മക്കളും ഇതുമായിട്ട് ബന്ധപ്പെട്ടാണോ? തീർച്ചയായിട്ടും. എനിക്ക് 3 മക്കളാണ്. മകള് വിദേശത്താണ്, കാനഡയിലാണ്. 2 ആൺമക്കളുണ്ട്. അവർ വിദ്യാഭ്യാസം കഴിഞ്ഞ് MBA എല്ലാം കഴിഞ്ഞതിന് ശേഷം മൂത്ത മകൻ കൃഷിയോട് വലിയ താല്പര്യം അന്ന് കാണിച്ചില്ലായിരുന്നു. ജോലിക്ക് പോയി. കുറച്ച് കഴിഞ്ഞപ്പം ആ ജോലി റിസൈൻ ചെയ്ത് വന്നിട്ട് ഇപ്പം മൂത്ത മകനും ഇളയ മകനും 2 പേരും സജീവമായിട്ട് ഈ രംഗത്തുണ്ട്. അവർക്ക് നല്ല താല്പര്യത്തോടു കൂടി തന്നെ അത് ചെയ്യുന്നുണ്ട്. അങ്ങ് വികസിപ്പിച്ചെടുത്ത ഈ മുന്തിയ ഇനം തന്നെയാണോ അങ്ങയുടെ കാർഷിക ഇടങ്ങളിലും? അതെ.
ആണ്. എൻ്റെ സ്ഥലങ്ങളിൽ മിക്കവാറും അല്ല 100% തന്നെ പറയാം. പിന്നെ ഈ ഞാൻ വികസിപ്പിച്ചെടുത്ത ഇനം തന്നെയാണ് അവിടെ കൃഷി. ഈ ഞള്ളാനിയോ? ഞള്ളാനി നമ്മൾ നോക്കിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ ചില സ്ഥലങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നിരപ്പും അല്പം വെള്ളക്കെട്ടും ഒക്കെ വരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് ഏലം കൃഷി ഉപേക്ഷിച്ചിട്ട് ഞാൻ അവിടെ കാപ്പിയും അങ്ങനെ അടയ്ക്കാമരം അങ്ങനെയൊക്കെയുള്ള കൃഷികളാക്കി മാറ്റിയ സ്ഥലമായിരുന്നു. അപ്പോൾ അവിടെ ഈ ഏലം നന്നാകാത്തതുകൊണ്ട് അപ്പോൾ അവിടെ ഈ പാനികുളങ്ങര നമ്പർ 1 കൃഷി ചെയ്തപ്പോൾ അത് നല്ല വിളവ് കിട്ടാൻ തുടങ്ങി. ഇപ്പോൾ അത് മുഴുവനും അത് തന്നെയാക്കി. അപ്പം ഈ ഞള്ളാനി പോലൊരു പ്രചരണം സത്യത്തിൽ ഇതിന് ലഭിച്ചിട്ടുണ്ടോ? ഞള്ളാനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മേഖലയിലും കൃഷി ചെയ്ത് വിജയിച്ചിട്ടുള്ളൊരു ഇതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും മനസ്സിൽ ആദ്യമായിട്ട് നിൽക്കുന്ന സംഗതി ഞള്ളാനി തന്നെയാണ്. അതുകൊണ്ട് ഇത് പല മേഖലകളിലും ഇപ്പോൾ കേരളത്തിലും തമിഴ്നാട്ടിലും എല്ലാ മേഖലയിലും ഇടുക്കി ജില്ലയിൽ മൊത്തത്തിൽ തന്നെയാണെങ്കിലും നമ്മളുടെ എല്ലാ ഇനം ഏലവും കൊണ്ടുപോയി കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ചില സ്ഥലങ്ങളിൽ പിന്നെ എന്തെങ്കിലും ഇത് പിടിക്കാത്ത വരുന്ന കാലാവസ്ഥയിൽ ഇതുള്ള സ്ഥലങ്ങളിലാണെന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ അത് മാറ്റി ചെയ്യുന്നുണ്ടാകാം. അതിലും പ്രയോജനം ചിലപ്പോൾ ഞള്ളാനിക്കാണെങ്കിൽ ഈ കുമളി ഏലം എന്ന് പറയുന്ന എന്താണ് പേര്? ബൊമ്മി? ഇല്ലില്ല, ഒത്തിരി ഇനം ഏലങ്ങളുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ബൊമ്മിയേലമുണ്ട്, കുമിളിയേലം അങ്ങനെ കുമിളിയേലം ഉണ്ട്. കുമിളിയേലം എന്ന് പറഞ്ഞാൽ അതിന് കണിപറമ്പൻ എന്നാ പറയുന്നത്. അപ്പൊ അങ്ങനെ ഉള്ള ഒരു ഏലമുണ്ട്. പിന്നെ വണ്ടർ കാടമുണ്ട്, പിന്നെ ഏലരാജനുണ്ട്. ഏലരാജൻ എന്നുള്ള പേര് വലിയ ഗംഭീരമാണല്ലോ. അതെങ്ങനെയാണ്? അത് ഇപ്പൊ ആരും കാര്യമായിട്ട് ഉണ്ട്. രാജ്യത്വം എന്ന് പറഞ്ഞാൽ അങ്ങനെ പേരിൽ തന്നെ മാത്രം എന്ന് പറയാൻ പറ്റുകയില്ല. അതിന്റെ കായ നല്ല വലിപ്പമുള്ള കായ. പക്ഷെ ഉണങ്ങി വരുമ്പോ കുറച്ച് കുറയും മാത്രം. ജലാംശം അല്പം കൂടുതലുണ്ട്. അങ്ങനെയുള്ള പിന്നെ എല്ലാ മേഖലയിലും അത് അത്ര നല്ലതായിട്ട് വരുന്നില്ല എന്ന് ഉള്ളതാണ്. അപ്പൊ ചില മേഖലകളിൽ ചില ഏലം കുറച്ച് നന്നായിട്ട് വരുന്നത്, മറ്റും പിന്നെ തിരുതാളിയുണ്ട്. അപ്പൊ അതിന് ചില കായ്ക്ക് വലിപ്പം നീളം കൂടുതലും വണ്ണം കുറവുമാണ്. സാധാരണ നമ്മൾ കാണുന്ന ഏലം പച്ച നിറത്തിലാണല്ലോ. അതെ. പച്ച നിറത്തിലാണ്. ഉണങ്ങി കഴിയുമ്പോഴും പച്ച നിറം കൂടുതലുള്ള ബോൾഡായ കായ്ക്കാണ് സത്യത്തിൽ കൂടുതൽ വില കിട്ടുന്നത്, എനിക്കറിയാവുന്നിടത്തോളം. ഇത് കറുത്ത നിറമുള്ള ഈ ബ്ലാക്ക് കാർഡമം എന്ന് പറഞ്ഞൊരു ഇനം കാണുന്നുണ്ടല്ലോ, അങ്ങനെയുണ്ട്. അത് വില കൂടുതലാണ്? ഇല്ല, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഉൽപാദനം ഭയങ്കര കുറവാണ് ഈ ഭാഗത്തൊന്നും. അത് തീരെ കുറച്ച് കായ ഉണ്ടാവുള്ളൂ. അത് ചുമന്ന നിറത്തിലാണ് അതിന്റെ കായ. പച്ചക്കിരിക്കുമ്പോഴും ചുമന്ന നിറത്തിലിരിക്കും. പിന്നെ അത് ഉണങ്ങി കഴിഞ്ഞു കഴിയുമ്പോൾ അതിന് കറുപ്പ് നിറം വരികയും ചെയ്യും. വില കൂടുതലാണോ അതിന്? ഇത് 2 ഇനമുണ്ട്. അതിൽ ഏലക്ക പോലെ ഇരിക്കുന്ന ഒരു ഇനമുണ്ട്, അതാ ഞാൻ ഇപ്പോൾ പറഞ്ഞത്. അതുകൂടാതെ ഈ ബഡായലൈച്ചി എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണമുണ്ട്. അത് കായ കുറെ വലിപ്പം കൂടുതലായിരിക്കും. അത് കാട്ടിൽ വിളയുന്ന ഒരിനമാണ്. അത് ഞാനിവിടെ കൊണ്ടുവന്ന് കൃഷി ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ അത് കായ ഉണ്ടാകുമ്പോൾ ഇത് കൊലയായിട്ടാണ് കായ ഉണ്ടാകുന്നത്. മറ്റു നമ്മൾ ഏലം ഉണ്ടാകുന്നത് പോലെയല്ല, കൊലയായിട്ട് കായ ഉണ്ടായിട്ട് അത് പറിച്ചെടുക്കുക ചെയ്യുന്നത്. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് എന്താണ്, ഈ ബംബിൾ ബീ എന്ന് പറയുന്ന ഒരു തരം തേനീച്ച ഇതിന് പോളിനേഷൻ ചെയ്യണം. അതില്ലാത്തതിന്റെ പേരിൽ ഇവിടെ നമ്മൾ ഉൽപാദനം കുറവല്ല, ഉണ്ടായില്ല. ഒരു ചെടിയിൽ 40 ചെടി വെച്ചതിൽ ഒരു ചെടിയിൽ മാത്രം ഒരു കൊലയുണ്ടായി. അപ്പൊ നമുക്കത് വ്യാപകമല്ല. അല്ലല്ല, നമുക്ക് ഇവിടെ കൃഷി ചെയ്യാൻ പറ്റുന്നതല്ല. ഞാനത് സന്ദർഭവശാൽ അങ്ങോട്ട് ചോദിച്ചത് മാത്രമേ ഉള്ളൂ. ഞാൻ അങ്ങ് 40 വർഷം മുമ്പുള്ള കൃഷിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം ആലോചിക്കായിരുന്നു. അന്ന് ഈ മലബാറും മൈസൂർ എന്നൊക്കെ പറഞ്ഞു വരുന്നതിന് സത്യത്തിൽ ഇന്നത്തേതിനേക്കാൾ അതിജീവന ശേഷി, കരുത്തുണ്ടായിരുന്നില്ല. ഇതുപോലെ വിഷമടിക്കുന്ന നമ്മൾ വേറെ ഒരു കൃഷിക്കും ഇത്രമാത്രം വിഷമടിക്കുന്നില്ല. അത് വ്യാപകമായൊരു പ്രശ്നമായി, സാമൂഹിക പാരിസ്ഥിതിക പ്രശ്നമായി മാറുന്നുണ്ട്. നമ്മളതിനെ അങ്ങനെ നിരാകരിക്കുന്നൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ ഈ പ്രശ്നത്തെ നിരാകരിക്കുന്നുണ്ട്, എന്നാൽ പോലും കൃഷിയെ നിരാകരിക്കുന്നില്ല. അതിനോടുള്ള അങ്ങയുടെ അഭിപ്രായം എന്താണ്? അത് ഇപ്പം അന്ന് ഈ വിഷം അടിക്കാണ്ട് ഞാനൊക്കെ കൃഷി തുടങ്ങുന്ന സമയത്ത് വേനൽക്ക് ഒരു ഡസ്റ്റ് മാത്രം അടിച്ചിട്ട് കഴിഞ്ഞാൽ മെയ് മാസത്തിൽ കായെടുക്കാൻ ചെല്ലുന്ന സമയത്താണ് പിന്നെ തടയെല്ലാം കൂട്ടി തെളിച്ച് കായ എടുക്കുന്നത്. അപ്പോൾ കായ പഴുത്തിട്ടുണ്ടാവും. അങ്ങനെയായിരുന്നു അന്നത്തെ കൃഷി രീതി. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, അത് കിട്ടുന്നത് 3-4 റൗണ്ട് പരമാവധി കിട്ടിയാൽ അത്രേ കിട്ടുള്ളൂ.
അത് ഒരു ചെടിയിൽ നിന്നും ഒരു 100 ഗ്രാം ഉണക്കക്ക പോലും അന്ന് കിട്ടാവുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞാണ് പുതിയ വെറൈറ്റികൾ വന്നത്. ഞെള്ളാനി വന്ന സമയത്ത് ഈ ഉൽപ്പാദനം കൂടി വന്നെങ്കിലും അതിന് കീടശല്യം കൂടുതലായിരുന്നു. കീടശല്യം കൂടുതലാകുമ്പോൾ അതിന് മരുന്ന് പ്രയോഗം ചെയ്താണല്ലോ അതിനെ കൊല്ലുന്നത്. അപ്പം അങ്ങനെ മരുന്ന് പ്രയോഗം കൂടുതലേക്ക് വരികയും ചെയ്തു, ഉൽപ്പാദനം അതിനനുസരിച്ച് വർദ്ധിക്കുകയും ചെയ്തു. അപ്പോൾ പിന്നെ വന്ന ഇനങ്ങൾക്ക് എല്ലാം തന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ കീടശല്യം കൂടുതൽ ആയതിൻ്റെ പേരിൽ അതിന് മരുന്നടി കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പാനികുളങ്ങര നമ്പർ 1 എന്ന് പറയുന്ന ഏലത്തിന് പ്രതിരോധശേഷി കൂടുതലാണ്, അതിന് ത്രിപ്സ് വളരെ അറ്റാക്ക് കുറവാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പം മരുന്നടി ഭയങ്കര കുറവായിട്ട് അത് മതിയായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ആ കൃഷി ഇതിലേക്ക് ഇത് മാറ്റം വന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു എന്താ പറയുക, ഒരു തെറ്റായ ധാരണ എന്ന് വേണമെങ്കിൽ പറയാവുന്ന വിധത്തിൽ മനുഷ്യരുടെ ഇടയിൽ ഇതിൽ വിഷാംശം കൂടുതൽ ഉപയോഗിക്കുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ നമ്മളിപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പച്ചക്കറികൾ സാധനങ്ങളെല്ലാം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പം തന്നെ അന്ന് തലേ ദിവസം മരുന്നടിച്ച സാധനം പിറ്റേ ദിവസം ഇവിടെ വരുമ്പോൾ അത് നമ്മൾ ഉപയോഗിക്കുക. അതേസമയത്ത് ഏലത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് മരുന്ന് ഉപയോഗം കൂടുതലുണ്ട് എന്നുള്ളത് ഉറപ്പായ സംഗതി തന്നെയാണ്. അതിൽ പ്രകൃതിയിൽ മരുന്നടിക്കുന്ന സമയത്ത് വരുന്ന ദോഷങ്ങൾ ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഏലക്കായെ സംബന്ധിച്ചിടത്തോളം അത് ഉപയോഗിക്കാൻ വരുമ്പോൾ അതിൽ വിഷാംശം മറ്റ് പച്ചക്കറിയെ അപേക്ഷിച്ചും പഴവർഗ്ഗങ്ങളെ അപേക്ഷിച്ചും ഏറ്റവും കുറവായിരിക്കും. കാരണം ഉള്ളിലാണല്ലോ കായ്. അല്ലല്ല, അതല്ല അതിൻ്റെ കാരണം. അത് നമ്മൾ ഇത് എടുത്ത് വന്ന് പിന്നെ സ്റ്റോറിൽ വന്നതിന് ശേഷം അതിൻ്റെ പ്രോസസ്സിങ് നടന്നു കഴിയുമ്പോൾ അതിനകത്തുനിന്ന് പരമാവധി, അതായത് ഒരു പ്രാവശ്യം നല്ല വെള്ളത്തിൽ കഴുകിയിട്ട് പിന്നെ അതിനകത്ത് സോഡിയം ബൈകാർബണേറ്റ് ഇട്ട് ഒന്നും കൂടി ഒന്ന് കഴുകി അതിന് ശേഷം പിന്നെ വീണ്ടും നല്ല വെള്ളത്തിൽ കഴുകിയതിന് ശേഷമാണ് ഇത് ഉണക്കുന്നത്. ഇത് ഉണക്കിയെടുത്തതിന് ശേഷം ഇതിൻ്റെ പൂ കളയാൻ വേണ്ടിയിട്ട് നമ്മളൊരു പിന്നെ ഇത് ഒരു പോളിഷ് ചെയ്യുന്നുണ്ട്. ആ പോളിഷ് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ പുറത്തിരിക്കുന്നതായിട്ടുള്ള ഒരു പൊടി ഉണ്ടെങ്കിൽ കുറേ അങ്ങനെ നഷ്ടപ്പെട്ടു പോകും. അതൊന്ന്. പിന്നെ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡയറക്റ്റായിട്ട് അപ്പോൾ തന്നെ ഇത് ഉപയോഗിക്കുന്നില്ല. ഇത് ചിലപ്പോൾ വർഷങ്ങളോളം ഇരുന്നിട്ട് ഒരു 6 മാസത്തിന് ശേഷമാണ് ഏതായാലും ഇത് ഉപയോഗിക്കാൻ വേണ്ടി വരുന്നത്. കാരണം അത് കർഷകൻ്റെ കയ്യിൽ കുറച്ച് നാളിരുന്നു. പിന്നെ അത് എൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കാലം വരെ സൂക്ഷിക്കാം? അതിലേക്കാണ് ഞാൻ വരുന്നത്. അത് തന്നെ ഞാൻ പറയാമെന്ന്. എൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2-3 വർഷത്തിന് മുൻപ് ഏലത്തിൻ്റെ വില 700-ൽ താഴെ പോയായിരുന്നു. 700-ൽ താഴെ പോകുന്ന സമയത്ത് നമുക്ക് വിറ്റ ഒന്നും മുതലാവില്ല. പണിക്കാശ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ബാങ്കിനെ സമീപിക്കേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഏലം വിൽക്കാതെ അത് ഹോൾഡ് ചെയ്യേണ്ടി വന്നു. അത് ഹോൾഡ് ചെയ്തിട്ട് 1.5 വർഷം കഴിഞ്ഞിട്ടാണ് അത് വിൽപ്പനയ്ക്ക് ആയിട്ട് വന്നത്. അപ്പോഴത്തേക്കും അതിൻ്റെ കളറൊക്കെ കുറേ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അന്ന് അത് പരിശോധിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ അത് പിന്നെ ടെസ്റ്റ് ചെയ്തപ്പോൾ അതിൽ 0% വിഷമുള്ളൂ. അതായത് 0 വിഷാംശം ഇല്ല, അതിൽ ഒട്ടും വിഷാംശം ഇല്ല. അതുകൊണ്ട് എനിക്കതിന് നല്ല വിലയും കിട്ടി വിൽക്കുന്ന സമയത്ത്. അത് ഒരു ജൈവപരമായി ഉൽപ്പാദിപ്പിച്ച ഏലം പോലെ തോന്നി. ഒട്ടും വിഷാംശം ഇല്ല. ഇരിക്കുന്തോറും വിഷാംശം നഷ്ടപ്പെടുമല്ലോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 15 ദിവസത്തിനകം നേരത്തെ 30-40 ദിവസത്തിനകം മരുന്നടിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ 15 ദിവസത്തിനകം മരുന്നടിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ വിഷാംശത്തിന്റെ ഇത് കുറവായിട്ട് വരികയാണല്ലോ. 15 ദിവസം വിഷാംശം നഷ്ടപ്പെടുക. എക്കാലക്സ് പോലുള്ള മരുന്ന്, ഒപ്പം തന്നെ ഈ എൻഡോസൾഫാൻ പോലുള്ളത്, ഇതൊക്കെ ഇപ്പോഴും അടിക്കുന്നില്ലേ? ഇല്ല, എൻഡോസൾഫാൻ ഒന്നും ഇപ്പൊ ഉപയോഗിക്കുന്നില്ല. എൻഡോസൾഫാന്റെ പേര് ഇല്ലാന്നേ ഉള്ളൂ. അതുപോലത്തെ ഇല്ല, അത് വേറെ കമ്പനികൾ, അത് എനിക്ക് തോന്നുന്നത് അതിന്റെ വീര്യം കുറച്ചിട്ട് വേറെ ഏതെങ്കിലും വിധത്തിൽ എന്തെങ്കിലും മരുന്നുകളായിട്ട് വരുന്നുണ്ടോ എന്ന് അറിയില്ല, പറയാനാവില്ല. അല്ലാതെ ഡയറക്റ്റായിട്ട് എൻഡോസൾഫാൻ പോലുള്ള മരുന്നുകൾ നിരോധിച്ചതാണ്. അത് ഇവിടെ കേരളത്തിൽ ഉപയോഗിക്കുന്നില്ല. അങ്ങനെയൊക്കെ അറിയാലോ. ഇതിനൊക്കെ ഭയങ്കര വിലയാണെന്നാണ് ഇപ്പൊ ഏലം കർഷകർ പറയുന്നത്. അതെ. ചെറിയ വില പോരാ, ഭയങ്കരമായി വിലയുണ്ട്. ഇപ്പോൾ ആ വില ഈ മരുന്നുകൾക്ക്, പ്രത്യേകിച്ച് ഈ രാസ പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുള്ള മരുന്നുകൾക്ക്, അത് ശരിയാണോ ഈ വില? അത് ശരിയല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം ഇതിപ്പോൾ വില ഇങ്ങനെ ഏലത്തിന് ഈ വില നിൽക്കുന്നത് കൊണ്ട് കൃഷിക്കാരെ ഈ വില ഇതിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കുറേ കമ്പനിക്ക് അത്രയും വില കിട്ടുന്നുണ്ടാകാൻ സാധ്യത കുറവാണ്.
എനിക്ക് തോന്നുന്ന 2 ഇരട്ടി വരെ ലാഭത്തിൽ വരെ ഏജൻസികൾ വിൽക്കുന്നുണ്ട്, ഇടനിലക്കാർ അങ്ങനെ വിൽക്കുന്നുണ്ടെന്നാണ് അറിയുന്നത്. ഏലത്തിന് വിലയുള്ളത്. ഈ വിലയുള്ളതുണ്ട്. അപ്പോൾ പലരും ഇത് പരിചയപ്പെടുത്തി ഇത് നല്ലതാണ് വരുന്നത് എന്ന് പറയുമ്പോൾ എന്ത് വിലയാണെങ്കിലും മേടിച്ച് ഒരു പ്രാവശ്യമെങ്കിലും ഉപയോഗിക്കാൻ തയ്യാറാകുന്നത് കൊണ്ട് അങ്ങനെ വ്യാജ കമ്പനികൾ പോലും വരുന്നതായിട്ട് തോന്നുന്നുണ്ട്. ഈ കോഴിക്കാട്ടം, അതുപോലെ തന്നെ ഈ ആട്ടിൻകാട്ടം, ആട്ടിൻ ചാണകം, ഇതൊക്കെ ഇടുന്നതിന് പകരം, അല്ലെങ്കിൽ കന്നുകാലി ചാണകമൊക്കെ ഇടുന്നതിന് പകരം, ജൈവവളമൊക്കെ ഉപയോഗിക്കുന്നതിന് പകരം ഇപ്പൊ ഈ ചാണകത്തിന്റെ സത്ത് കിട്ടുമെന്നും അത് 1000 ലിറ്റർ 1 കിലോ ചേർത്ത് 1000 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ? അല്ല, അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങളുണ്ട്. അത് ശരിയാണ്, അത് വാസ്തവമാണ്. അത് യഥാർത്ഥത്തിൽ കുറച്ചൊരു പ്രയോജനം കിട്ടുന്നു എന്നല്ലാതെ ഒരു കാരണവശാലും ജൈവവളം നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ചിട്ടുള്ള ഒരു പ്രയോജനം അതിൽ നിന്ന് കിട്ടുകയുമില്ല. അത് നല്ലതുമല്ല. അതല്ല, എൻ്റെ അനുഭവത്തിൽ ജൈവവളം ധാരാളമായിട്ട് ചെടിക്ക് കൊടുത്താൽ അത് വർഷങ്ങളോളം കിട്ടും. മറ്റത് അടിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരു പ്രയോജനം കിട്ടുമെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ദോഷഫലങ്ങളും വരും. വ്യാപകാടിസ്ഥാനത്തിൽ കൃഷി ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലത്ത്, അതായത് തോട്ടം മേഖലയിൽ കൃഷി ചെയ്തുകൊണ്ടിരുന്ന ഷെയ്ഡി ട്രീസ് ആയിരുന്നു. അതിൻ്റെ കീഴിലായിരുന്നു ഈ നമ്മൾ ഏലകൃഷി അന്നൊക്കെ ചെയ്തുകൊണ്ടിരുന്ന വൻകിടക്കാർ. ഇപ്പം അങ്ങനെയൊന്നും അല്ല. ഇപ്പം ഷെയ്ഡൊന്നും വേണ്ട, നല്ല തെളിഞ്ഞ സ്ഥലത്തും ആളുകൾ കൃഷി ചെയ്യുന്നു. എങ്ങനെയാണ് അവിടെ കായ്ഫലം? കായ്ഫലം കൂടുതലാണ്. അതെ, കുറവില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യപ്രകാശം അടിക്കുന്ന സമയത്ത് അതിന് അവിടെ നിൽക്കുന്ന ചെടിക്ക് ധാരാളമായിട്ട് ചിമ്പടിക്കും. കൂടുതൽ ഷെയ്ഡുള്ള സ്ഥലത്ത് നിൽക്കുന്ന ചെടികൾക്ക് ചിമ്പിന്റെ എണ്ണം കുറവായിരിക്കും. അപ്പോൾ ഷെയ്ഡ് വേണം നിർബന്ധമില്ല? ഷെയ്ഡ് വേണമെന്ന് നിർബന്ധമുണ്ട്. ഒരു പരിധി വരെ ഷെയ്ഡ് വേണം. ഒരു 40% ഷെയ്ഡ് ആവശ്യമാണ്. അത് സൂര്യപ്രകാശം അരിച്ചിറങ്ങുന്ന നിലയിലുള്ള ഷെയ്ഡാണ് അത്യാവശ്യം വരുന്നത്. പക്ഷെ ഇപ്പോൾ ഷെയ്ഡില്ലാത്ത സ്ഥലത്ത് കൃഷി ചെയ്യുമ്പോൾ നല്ല വേനൽ വരുന്ന സമയത്ത് കർഷകൻ ഗ്രീൻ നെറ്റ് ഡിപ്പെൻഡ് ചെയ്യും. അത് വലിച്ചു കെട്ടിയിട്ട് അപ്പൊ മഴ വരുമ്പോ അത് അഴിച്ചു മാറ്റുന്നു. അപ്പോ പിന്നത്തെ കാലാവസ്ഥയിൽ അങ്ങനെയാണ്. ഇപ്പൊ ഗോട്ടിമാല പോലെയുള്ള രാജ്യങ്ങളിൽ ഷെയ്ഡിനകത്തല്ല കൃഷി ചെയ്യുന്നത്. വളരെ അപൂർവമായിട്ട് അവിടെ ഇവിടെയൊക്കെ ഷെയ്ഡുള്ളൂ. നമ്മുടെ മേഖലയിൽ ചിലയിടങ്ങളിൽ ഷെയ്ഡ് ഇല്ലാത്ത സ്ഥലത്ത് കൃഷി ചെയ്യാൻ പാകത്തിന് ചില ചെടികളെ വികസിപ്പിച്ചിട്ടുണ്ടെന്ന് കേൾക്കുന്നു. തീർച്ചയായിട്ടും അതാണ് ഇപ്പൊ വന്ന ജനറേഷൻ, പുതിയ ജനറേഷൻ ചെടികളെല്ലാം തന്നെ അതിന്റെ ഒരു വ്യത്യാസം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഏലം ബിസിനസ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഏതാണ്ട് 82, 83, 85 കാലഘട്ടത്തിൽ എറണാകുളത്ത് പോകുമ്പോൾ അവിടെയാണ് 32 ഡിഗ്രി ചൂട് അന്ന് രേഖപ്പെടുത്തിയിരുന്നത്. ഈ കഴിഞ്ഞ വർഷം കുരിശുപാറ 31 ഡിഗ്രി ചൂട് രേഖപ്പെടുത്തി. ഈ 31 ഡിഗ്രി ചൂട് രേഖപ്പെടുത്തിയ സമയത്ത് നമുക്കിവിടെ കായെടുക്കാൻ പറ്റി. ഒരു 25 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഏലത്തിന് കഴിവ് വിളയാൻ കഴിയൂ എന്ന് പറയുന്നുണ്ടല്ലോ. അതെ, തീർച്ചയായിട്ടും. തീർച്ചയായിട്ടും. അതെ. പക്ഷെ ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ തൈകൾ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് ചൂടിലും അതിജീവിക്കുന്നുണ്ട്. പിന്നെ ഡയറക്റ്റായിട്ട് വെയിലടിച്ചു കഴിഞ്ഞാൽ പൊഴിച്ചൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ. അതുകൊണ്ടാണ് ഈ വർഷം ഉൽപാദനം ഭയങ്കരമായിട്ട് കുറയാനുള്ള കാരണം. ഈ കാലാവസ്ഥാ വ്യതിയാനമായിട്ട് ബന്ധപ്പെട്ട് അങ്ങോട്ട് സമയത്തിന്റെ കുറവുകൊണ്ട് നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ഇനിയിപ്പോൾ ചോദിക്കാനാവും. ഞാൻ ചോദിക്കുന്നത്, ഈ കാലാവസ്ഥാ വ്യതിയാനം ഈ വർഷം ജൂലൈ ഇന്നലെ മുതലാണ് മഴ പെയ്തു തുടങ്ങി. നമുക്ക് ആലോചിച്ചു ശരിക്കും. അപ്പോൾ 2 ദിവസമായുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ജൂലൈ അവസാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. 2 മാസം മൺസൂൺ ഇല്ലാതെ പോയ ചരിത്രത്തിൽ എൻ്റെയൊക്കെ ഓർമ്മയിൽ ആദ്യമായിട്ടാണ്. 1 മാസമൊക്കെ ഇല്ലാതെ പോയിട്ടുണ്ട്, പക്ഷെ 2 മാസം ഇല്ലാതെ പോകുന്ന ആദ്യമായിട്ടാണ്. എങ്ങനെ ബാധിക്കുന്നു ഏലകൃഷിയെ? ഏലകൃഷി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിളവ് പ്രതികൂലമാണ്. വിളവ് ഭയങ്കര കുറവാകാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത്. പൂവിടുന്നില്ല എന്നാണ്? പൂവിടുന്നില്ല എന്നിട്ടല്ല, പൂവിടുന്നുണ്ട്. സമയത്തിന് ഇപ്പൊ ഏത് കാലാവസ്ഥയിലും പൂവുണ്ടാകും. പിന്നെ മഴ ഉണ്ടാകുമ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാകുന്നുള്ളൂ. പക്ഷെ ആ പൂ സെറ്റാവില്ല, അത് പൊഴിഞ്ഞു പോകും. അതുകൊണ്ട് ഈ വർഷം അങ്ങനെയുള്ള പല മേഖലകളിലും ഞാൻ അന്വേഷിച്ചതിൽ വിളവ് ഭയങ്കര കുറവായിട്ടാണ് കേൾക്കുന്നത്. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിൽ മഴ വേണ്ടത്ര ലഭിച്ചില്ല എങ്കിൽ ഏലകൃഷി ഒരു പ്രതിസന്ധിയിലേക്ക് നീങ്ങില്ലേ? തീർച്ചയായിട്ടും പ്രതിസന്ധിയിലേക്ക് നീങ്ങും. പക്ഷെ അതിനകത്ത് ഈ ചെടികളും നമ്മളെപ്പോലെ തന്നെ ഏത് കാലാവസ്ഥയിലും ജീവിക്കാൻ പറ്റുന്ന വിധത്തിൽ ചെടികളും കുറേശ്ശെ മാറുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് 31 ഡിഗ്രി ചൂട് കല്ലാറിൽ വന്ന സമയത്ത് അവിടെ അന്നേരവും കായ പിടിക്കും. അങ്ങ് ഇതിനെ വളരെ നിരീക്ഷണ ബുദ്ധിയോടെ ഇതിനെ കാണുന്നു എന്നുള്ളത് കൊണ്ടാണ് സത്യത്തിൽ ഇത് തിരിച്ചറിയുന്നത്. ഈ 31 ഡിഗ്രിയിലും വലിയ കുഴപ്പമില്ലാതെ അവൻ കായ്ക്കുന്നു എന്ന് തിരിച്ചറിയുന്നത്, അല്ലേ? ഇത് ഒരുപക്ഷെ ഏലം ഗവേഷകർ പോലും തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല. അവരിപ്പോഴും ആ പഴയ സങ്കല്പത്തിൽ നിൽക്കുകയായിരിക്കും. അല്ല, നമ്മൾ ഒരു ഉത്തമ കർഷകൻ എന്ന് പറയുമ്പോൾ
ഓരോ ചെടിയിലും ഇപ്പം ഞാൻ 7 കിലോ ഏലക്ക മിറാക്കിൾ ഏലച്ചി എന്ന് പറയുന്ന ചെടിയിൽ ഒരു ചെടിയിൽ നിന്ന് 7 കിലോ ഉണക്കക്കായ എടുത്തിട്ടുണ്ട്. ആ 7 കിലോ ഉണക്കക്കായ എടുക്കുമ്പോൾ ഞാൻ എപ്പോഴെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ വീടിൻ്റെ പരിസരത്ത് വെച്ച ചെടിയിൽ നിന്നാണ് അത് അങ്ങനെ എടുത്തത്. ഒരു ദിവസത്തിൽ 2 പ്രാവശ്യമെങ്കിലും ആ ചെടിയുടെ ചോട്ടിൽ ചെല്ലും. 2 പ്രാവശ്യമെങ്കിലും ഞാൻ ആ ചെടിയുടെ ചോട്ടിൽ ചെല്ലുകയും അതിന് ഒരു ഉണക്കയില അതിൻ്റെ മുകളിൽ ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റിയും അതിൻ്റെ ചരത്തിന് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അത് മാറ്റിയിടുകയൊക്കെ ചെയ്യുമായിരുന്നു. കുട്ടികളെ പരീക്ഷിക്കുന്നതിനേക്കാൾ വളരെ തീർച്ചയായിട്ടും 7 കിലോയാണ് ഒരു ചെടിയിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ അതിന് അതുപോലുള്ള സംരക്ഷണം അതല്ലാണ്ട് അങ്ങനെ കിട്ടില്ല. അവസാനമായി സമയത്തിന്റെ കുറവുകൊണ്ടാണ് നമുക്ക് നിശ്ചിത സമയത്ത് അങ്ങേക്ക് ഒത്തിരി പറയാനുണ്ടെന്ന് എനിക്കറിയാം. അങ്ങയുടെ അനുഭവങ്ങൾ അങ്ങേ കൊണ്ട് ഒത്തിരി പറയിപ്പിക്കും ഞാൻ ചോദിച്ചാൽ. പക്ഷെ അത് നമുക്ക് വീണ്ടും ഒരിക്കലാവാം. ഈ ചൊറി പിടിച്ച കായ്, ബോൾഡായ കാ, അതിന്റെ മീഡിയം കാ, ഇങ്ങനെ തിരിക്കുന്ന സോർട്ടിംഗ് സംവിധാനം ഉണ്ടല്ലോ. അതൊക്കെ ഇപ്പൊ മെക്കാനിക്കലായി അല്ലേ? പലതായി കായ്കളെ തിരിക്കുന്നു. ഇത് കർഷകനെ പറ്റിക്കാനുള്ള ഒരു സൂത്രമാണോ? അല്ലല്ല, ഒരിക്കലും അല്ല. ഇത് ഏലത്തിന്റെ കാലഘട്ടം തുടങ്ങിയിട്ട് ഇതിന്റെ ഉപയോഗിക്കുന്നത് വിവിധ മേഖലകളിലാണ്. ഇപ്പോൾ ഏലം ഓയിൽ എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ചൊറി അങ്ങനെയുള്ള പഴുത്ത കായകൾ തിരിഞ്ഞു വരുന്ന അങ്ങനെയുള്ള കായകൾ എടുത്താണ് ഓയിൽ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്, പൊടിപ്പിക്കാൻ അങ്ങനെയൊക്കെ ആയിട്ട് മാറുന്നത്. അപ്പോൾ അതിന് ഒരു ഡിമാൻഡ് വേറെയുണ്ട്. പിന്നെ ഈ മുറുക്കാനൊക്കെ ഉപയോഗിക്കുന്ന അത് ഏറ്റവും ചെറിയ ഇനം കായാണ്. അപ്പം അതിൻ്റെ ഡിമാൻഡ് അത് വേറെ ഒരു തലത്തിലാണ്. ഏറ്റവും ബോൾഡ് ഉപയോഗിക്കുന്ന പിന്നെ നമ്മുടെ ഗൾഫ് രാജ്യങ്ങൾ പോലെയുള്ള സ്ഥലങ്ങളിൽ അവർക്ക് ഡിമാൻഡ് ഈ 7 to 8 എന്ന് പറയുന്ന ഒരു മില്ലി വെച്ചിട്ടുള്ള അളവ്. ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ, ഈ പറയുന്ന ബോൾഡായ കായും ചൊറി പിടിച്ച കായും തമ്മിൽ നമ്മളൊന്ന് പൊളിച്ച് പരിശോധിച്ച് വായിലിട്ട് പരിശോധിച്ചാൽ ചിലപ്പോൾ ചൊറി പിടിച്ച കായ്ക്കുള്ളിലെ ഈ കായ്ക്ക് ഈ പറയുന്ന ക്വാളിറ്റിയിൽ കുറവ് കാണുന്നില്ലല്ലോ ഉള്ളിൽ ചെറിയ കായ്. അല്ല, അതിൽ അരി എണ്ണം കുറവായിരിക്കും. അരിയുടെ ടേസ്റ്റിൽ വ്യത്യാസമുണ്ട്. ടേസ്റ്റിൽ വ്യത്യാസം അമിതമായിട്ട് ചൊറി പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ടേസ്റ്റിലും വ്യത്യാസം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോവും. ഈ ഫംഗസ് ആണോ? ഫംഗസ് അല്ല, ത്രിപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കീടമാണ്. അതാണ് അതിന്റെ കാരണം. അതെ. അപ്പൊ ഏതായാലും ഈ 10-60 വർഷങ്ങളായിട്ട്, ഒരു 50 വർഷം എന്ന് പറഞ്ഞാൽ 1/2 നൂറ്റാണ്ടിന്റെ മേളിൽ നിന്നാണത് ഈ രംഗത്തെ പാരമ്പര്യം അങ്ങേക്ക് ജീവിതത്തിൽ സൗകര്യങ്ങൾ ഉണ്ടാക്കി തന്നു. തീർച്ചയായിട്ടും. അതും അനുബന്ധ ബിസിനസ്സും, അതായത് ഏലം അനുബന്ധ ബിസിനസ്സും. അതുകൊണ്ട് തന്നെ ഈ ഏലം ഞാനൊരു കൃഷി ആയിട്ട് മാത്രം കാണുന്നില്ല, ഒരു ബിസിനസ്സായിട്ടും കൂടി അതിനെ കാണുന്നുണ്ട്. അത് എപ്പോൾ വിൽക്കണം, ഏറ്റവും കൃഷിക്കാരന് മനസ്സിലാകാത്ത ഒരു കാര്യവും അവൻ പഠിക്കാത്ത കാര്യം എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം, അത് വിൽക്കേണ്ടതായ ടൈമും, എപ്പോൾ വിൽക്കണം എപ്പോൾ വിൽക്കാതിരിക്കണം. ഉൽപാദന ചെലവിൽ താഴെ ഇതിന് വില വരുന്ന സമയത്ത് ഈ സാധനം എങ്ങനെ ഹോൾഡ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ അത് സാമ്പത്തികം വേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ നമുക്ക് ഭൂമി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഭൂമി ഒരു കാരണവശാലും മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി പണയം വയ്ക്കാതിരിക്കുക. ആ കൃഷി ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രം വക മാറ്റി ചെലവഴിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ അങ്ങേക്ക് ഏലം പ്രതീക്ഷകൾ തന്നതുപോലെ, അങ്ങേക്ക് പുതിയ സ്വപ്നം കാണാൻ അവസരം തന്നതുപോലെ, ഒടുവിൽ അങ്ങേക്ക് മഹത്തായ ഒരു ജീവിതം തന്നതുപോലെ ഇവിടുത്തെ സാധാരണക്കാർക്കും ഏലം ജീവിതത്തിൽ സുഗന്ധമായി മാറും എന്ന് തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. കാരണം ആളുകളുടെ ജീവിത രീതി ഇപ്പോൾ അടുത്ത കാലത്ത് മാറിയിട്ടുണ്ട്. അങ്ങേക്കറിയാലോ, സാധാരണക്കാർ പോലും ഇപ്പോൾ കയ്യിൽ 10 രൂപയുള്ളതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് നടക്കുന്നത്. രൂപ എല്ലാത്തിനും പരിഹാരമല്ലെന്ന് അങ്ങേക്കറിയാലോ. പക്ഷെ എന്നാൽ പോലും ജീവിക്കുന്നതിന് സാമ്പത്തികം വലിയൊരു ഘടകമാണ്. അല്ല, സാമ്പത്തികം രൂപ വലിയ ഘടകമല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ജീവിതത്തിൽ രൂപയാണ് ഒരു പ്രധാന ഘടകം. രൂപയുണ്ടെന്നുണ്ടെങ്കിലാണ് നമുക്ക് രോഗം വന്നാൽ ചികിത്സിക്കാൻ പറ്റുള്ളൂ, ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ, ഉടുക്കാൻ പറ്റുള്ളൂ, എല്ലാ കാര്യത്തിനും വീട് വയ്ക്കാൻ പറ്റുള്ളൂ, എല്ലാത്തിനും രൂപ വേണമല്ലോ. അപ്പോൾ അത് ഉണ്ടാക്കാനുള്ള ഒരു ആത്മാർത്ഥത, എപ്പോഴും നമ്മൾ കഠിനാധ്വാനം ചെയ്യേണ്ടി വരും ഈ കൃഷിയിലേക്ക് പോരുമ്പോൾ. ഒരു വൈറ്റ് കോളർ ജോബല്ല ഇത്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ദിവസം 2 പ്രാവശ്യം ഞാനൊരു ചെടിയിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതുപോലെ ശ്രദ്ധിക്കപ്പെടേണ്ടതും നമ്മൾ അതിനു വേണ്ടിയിട്ട് സമയം ചെലവഴിക്കപ്പെടേണ്ടതും ആയിട്ടുള്ള ഒരു മേഖലയാണ് ഈ കൃഷി മേഖല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, ശരിക്കും ബുദ്ധിമുട്ടുണ്ട്. കാലിലട്ട കയറും, മണ്ണ് കയറും, മേത്തെല്ലാം മണ്ണാകും, അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ട്. കൃഷിക്കാരൻ അങ്ങനെയാണല്ലോ. പക്ഷേ അതിനോടൊപ്പം തന്നെ അവൻ്റെ ആരോഗ്യം നിലനിൽക്കും.
ആരോഗ്യം നിലനിൽക്കും, ഏറ്റവും പ്രധാനപ്പെട്ട മനസ്സിന് സുഖം ഉണ്ടാവും, മനസ്സിന് സുഖം. മനസ്സിന് സുഖം ഉണ്ടാവും, സുഖമില്ലാതെ ശാന്തി വരുന്നത് ഉണ്ടാവും. വില പറയുന്ന സമയത്തൊക്കെ മനസ്സിന് സുഖക്കേടൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊന്നും പക്ഷേ ഏതായാലും കഴിഞ്ഞ 3-4 വർഷങ്ങളായിട്ട് അതിന് വിലയ്ക്കൊരു സ്ഥിരതയുണ്ട്, കർഷകന് വലിയ പ്രതീക്ഷയുണ്ട്, ജനങ്ങൾക്കിടയിൽ സാമ്പത്തികമായ ഒരു ഉയർച്ച വന്നിട്ടുണ്ട്, സാധാരണക്കാർക്ക് പോലും വന്നിട്ടുണ്ട്. അത് ഏലം മനുഷ്യന് നൽകിയ അനുഗ്രഹമാണ്, തീർച്ചയായിട്ടും സുഹൃതമാണ്. തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട്. ഇനി ഒട്ടേറെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടെന്നറിയാം. എന്നാൽ പോലും സമയത്തിൻ്റെ പരിമിതി കൊണ്ടാണ്. വളരെ സന്തോഷമുണ്ട് മീഡിയാറ്റിൽ വരികയും ഈ ഏലത്തിൻ്റെ ഒരു പുണ്യകാലത്ത് അങ്ങ് ഏലത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തത്. എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇങ്ങനെയൊരു ചർച്ചയിൽ പങ്കെടുക്കാൻ സാധിച്ചതിലും അങ്ങേ പരിചയപ്പെടാൻ അല്ലെങ്കിൽ എങ്കിലും ഇത്രയും അടുത്തിരുന്ന് നമുക്ക് ഇത്രയും കാര്യങ്ങൾ സംസാരിക്കാൻ ആ ഒരു സമയം തന്നതിന് നന്ദി. ഓക്കെ സാർ. ചർച്ച അവസാനിക്കുമ്പോൾ ഏലത്തിൻ്റെ സുഗന്ധം കർഷകർക്കാകെ ഉണ്ടാകുന്നു എന്നാണ് അറിയുന്നത്. പൊതുവെ 4 വർഷമായി നിലനിൽക്കുന്ന സ്ഥിരതയുള്ള വില ഏലം കർഷകരെ സഹായിക്കുന്നുണ്ട്. പക്ഷേ എൽനീനോ പോലുള്ള കാലാവസ്ഥാ വ്യതിയാനം ഏലം കർഷകരെ ചതിക്കുമോ? കണ്ടറിയാം. നന്ദി, നമസ്കാരം.